നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നീറ്റ് വിഷയത്തിൽ ഉള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. രാജ്യത്തെ പഞ്ചസാര അടക്കമുള്ള കർഷകർ, ഉൽപ്പാദകരടക്കമുള്ള കർഷകർ പ്രതിസന്ധിയിലാണ്. പിന്നെ രാജ്യത്തെ കർഷകർക്ക് ജലസേചനം കൃത്യമായി നടക്കുന്നില്ല, ജലസേചനം പദ്ധതികൾ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് വനിതാ സംവരണത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണം. ഇതൊക്കെയാണ് പുറത്തു വരുന്ന കാര്യം. ആരാണ്? NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറും മകൾ സുപ്രിയ സുലെ MP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച ചെയ്തത് ഇതൊക്കെ പറയാനാണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ എന്നു മുതൽ NDAയുടെ ഒപ്പം വന്നിരിക്കണം എന്ന് ചർച്ച ചെയ്യാൻ തന്നെയാണ്, തീരുമാനിച്ചുറപ്പിക്കാൻ, ആ തീയതി നിശ്ചയിക്കാൻ തന്നെയാണ് ഈ രണ്ടുപേരും കൂടി, അച്ഛനും മകളും കൂടി നേരെ ചെന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കണ്ട. അല്ലാതെ ഈ ഒരു പാർലമെന്റിന്റെ മൺസൂൺ സെഷനാണ്, വിഷയം കത്തി നിൽക്കുകയാണ്. ഈ ജന്തർ മന്ദറിലെ വിഷയം, പ്രതിപക്ഷത്തിന്റെ ബഹളം, ഇതെല്ലാം ആകപ്പാടെ വിഷയമായി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഇവരെ കാണാൻ സമയം അനുവദിക്കണമെങ്കിൽ നിർണായകമായ ചില ഉറപ്പുകൾ അദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് ലഭിക്കാനുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അത് അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് സംഭവം രഹസ്യമായിരുന്നു. പക്ഷേ ഈ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇവരൊരുമിച്ച് നിൽക്കുന്ന പടം പുറത്തു വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുണ്ടാവുമല്ലോ. അവരപ്പോൾ തന്നെ പ്രോട്ടോകോൾ ഓഫീസർ വഴി വിവരം അറിയിക്കുക, അവർ വരികയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആ സംഭവം പുറത്തു വരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ കരിമ്പ് കർഷകരുടെ പ്രശ്നം, ഈ ജലസേചന വിഷയം, ഇതൊക്കെ ഒരു നിവേദനമാക്കിക്കൊണ്ട് ശരത് പവാറും സുപ്രിയ സുലെയും പ്രധാനമന്ത്രിയെ കാണാൻ അതീവ രഹസ്യമായിട്ട് സമയം ചോദിച്ച് അനുമതി വാങ്ങി അവിടെ എത്തുകയായിരുന്നു. അതാണ് കരിമ്പ് കർഷകരുടെ വിഷയം അതാണ് പറയാൻ ഒരു ഫയൽ വേണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പർപ്പസ് ഒരു ഫയലുണ്ട്. ഇതാണ് നിവേദനം, ഇതൊന്നും കാണണം. പക്ഷെ ഇത് കൊടുത്തിട്ട് അതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ അവിടെ അത് മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ആ തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പടി കൂടെ മുകളിൽ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം എന്താണ്. തലയിൽ മുണ്ടിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ തലയിൽ മുണ്ടിട്ട് പോയില്ല. തലയിൽ മുണ്ടിട്ട് പോയി തിരിച്ച് ആ മുണ്ട് മാറ്റി അരയിൽ കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ തലയിൽ കെട്ടിക്കൊണ്ട് തിരിച്ചിറങ്ങി. അതാണ് സത്യം, സംഭവിച്ചത് അതാണ്. ഇവിടെ അപ്പോൾ ഇവർ വളരെ രഹസ്യമായിട്ട് മോദിയെ കാണാൻ ചെന്നു. മോദി ഓഫീസ് താനിരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കലേക്ക് വന്ന് ഈ ഇദ്ദേഹത്തെ, ശരത് പവാർ വളരെ മുതിർന്ന നേതാവാണ്, സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊന്നും എൻ്റെ സൃഷ്ടിയല്ല. ഞാൻ BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. DMKയുടെ സ്റ്റാലിനെയോ കനിമൊഴിയാണ് പാർലമെന്ററി പാർട്ടി നേതാവ്, കനിമൊഴിയെ പോലും മോദി ഇതേപോലെ അല്ല. കനിമൊഴിയൊക്കെ ഒന്നാമത്തെ കാര്യം ജൂനിയറാണ്, ശരത് പവാർ വളരെ സീനിയറാണ്. നോക്കൂ, ഈ നമ്മുടെ B. അശോക് IAS ഒരു അഭിമുഖത്തിൽ, കനിമൊഴി ഞാൻ പറയും സുപ്രിയ സുലേക്കാൾ സീനിയറാണ്. അല്ല, അതല്ല അവിടുത്തെ വിഷയം, ശരത് പവാറാണ് അവിടുത്തെ വിഷയം. ഇപ്പോൾ B. അശോക് IAS ഒരു അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് പരിശോധിക്കുക. അദ്ദേഹം പറഞ്ഞത്, ഈ കേന്ദ്ര കൃഷിമന്ത്രി ആയിരുന്നപ്പോൾ, പവാർ കൃഷിമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഈ നരേന്ദ്രമോദിയുടെ ആൾക്കാർ, അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ശരത് പവാറിനെ കാണാൻ വരുമ്പം പവാർ പറയുന്നത്, അയ്യോ പരമാവധി നരേന്ദ്രമോദിയെ ഇങ്ങോട്ട് വരുത്തരുത്. കാരണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ആവശ്യങ്ങൾ പറയും, ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാതെ അദ്ദേഹം ഇവിടുന്ന് പോകത്തില്ല. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാടതാണ്, പ്രവൃത്തി അതാണ്. അപ്പോൾ അവിടെ കുത്തിയിരുന്ന് കൃഷിമന്ത്രിയെ കൊണ്ട് വേണ്ട ഫണ്ടും കാര്യങ്ങളും എല്ലാം ചോദിച്ച് വാങ്ങി എടുത്തിട്ടേ നരേന്ദ്രമോദി പോവുള്ളൂ. അപ്പോൾ പുള്ളി പറയണത് അതൊരു തലവേദനയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്നത് അതങ്ങ് ചെയ്തു കൊടുക്ക്. നോക്കൂ, ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു കേന്ദ്ര കൃഷിമന്ത്രി പറയുന്നതാണ്, അദ്ദേഹം എന്താവശ്യപ്പെട്ടാലും നിങ്ങളത് കൊടുത്തോ. എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുത്തിക്കരുത്. ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹം കൂടുതൽ ചോദിക്കും. മറ്റത് ഒരു കത്തിലൂടെ ചോദിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതങ്ങ് കൊടുക്ക്. ഇവിടെ ബഡ്ജറ്റിലെ ഫണ്ട് അനുസരിച്ചല്ലേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവർ തമ്മിൽ അങ്ങനെ ഇവരെല്ലാം തമ്മിൽ ഒരു കൃഷിമന്ത്രി, കേന്ദ്രമന്ത്രിയായിരുന്ന ശരത് പവാറും മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും തമ്മിൽ അങ്ങനത്തെ
നല്ല ബന്ധമുണ്ട്, വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധമാണ് നരേന്ദ്രമോദിക്ക് തന്നെക്കാൾ സീനിയറായ ഒരു നേതാവ് തന്നെ കാണാൻ വരുമ്പോൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കും. മറ്റൊന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പുറത്ത് ചർച്ച ചെയ്യപ്പെടാത്തൊരു സാധനം ഇതിനകത്തുണ്ട്. എൻ്റെ ഊഹമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞല്ലോ, ഇവർ ഈ നിവേദനം കൊടുക്കാനൊന്നുമല്ല വന്നത്. ഈ പുകിലെല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷൻ ബില്ലും ഒക്കെ പാസ്സാക്കണം. അതിന് 22 MP DMKയിൽ നിന്നും 8 MP ശരത് പവാർ വിഭാഗത്തിൽ നിന്നും ഉണ്ട്. അപ്പോൾ അത് 30 പേരായി. 30 പേരെന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. ഏതാണ്ട് 320-325 MP ഇപ്പം തന്നെ ഉണ്ട് BJPയുടെ കയ്യിൽ. അപ്പോൾ അത് 30 കൂടെ ചേരുമ്പോൾ അത് വീണ്ടും സംഖ്യ വളരെ കൂടി. 362 2/3 ഭൂരിപക്ഷത്തിന് വേണ്ടത്. കേരളത്തിലെ മൊത്തം എംപിമാരുടെ ഒരു പകുതിയും കൂടെ വരും. അത്രയും വലിപ്പമുണ്ട് അത്ര എംപിമാർക്ക്. അതെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ സമയത്താണ് സുപ്രിയ സുലെയും ശരത് പവാറും കൂടി ഇദ്ദേഹത്തെ കാണാൻ വരുന്നത് എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഒരു പ്രവചനമാണെന്ന് കരുതിക്കോളൂ. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ബുദ്ധിയിൽ തോന്നിയ, ഞാൻ ഊഹിച്ച ഒരു കാര്യം പറയാണ്. സുപ്രിയ സുലെ വൈകാതെ കേന്ദ്രമന്ത്രിയാകും. അവർ NDAയുടെ ഭാഗമാവും, കേന്ദ്രമന്ത്രിയാവും. ഇപ്പോൾ തൃണമൂല് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, NCPI എന്ന് പറയുന്ന. ആ പാർട്ടിയിൽ 20 പാർട്ടി ഉണ്ട്, ലയിക്കുകയായിരുന്നു. അതെ അതെ, ആ പാർട്ടിയിലേക്ക് 20 MP ചെന്ന് ചേരുകയായിരുന്നു. ആ 20 MP നിന്ന് എന്തായാലും മന്ത്രിയെ കൊടുക്കാതിരിക്കൂ? തീർച്ചയായിട്ടും അവർക്ക് മന്ത്രിയെ കിട്ടും. അപ്പോൾ പിന്നെ ഈ 8 അംഗങ്ങളുള്ള ഇവർ DMK പോലെ വിഷയാധിഷ്ഠിത പിന്തുണയല്ല ഇവർ പറയുന്നത്. ഇവർ ആദ്യമൊക്കെ പറഞ്ഞു വിഷയാധിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരുടെ കൂടെയുള്ള സുപ്രിയ സുലെയ്ക്ക് ഒപ്പമുള്ള 5 MP പറയുന്നത് നമ്മൾ ഈ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക്. കാരണം നമ്മുടെ ഒരു വിഭാഗം അങ്ങോട്ട് പോയി കഴിഞ്ഞു NDAയിലേക്ക്. നമ്മൾ മാത്രമായിട്ട് എന്തിനു നിൽക്കുന്നു? നമുക്ക് രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകാം എന്നാണ് അവർ പറയുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസിനും ആവശ്യമുണ്ട്. അതെ, മഹാരാഷ്ട്രയിലും പവാറിൻ്റെ ഒപ്പമുള്ള MLAമാർ, പവർ ഗ്രൂപ്പിൻ്റെ ഒപ്പമുള്ള NCP MLAമാർ അവർക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇതൊരു ഒരു പുതിയൊരു മുന്നണി സമവാക്യങ്ങളിലെ പൊളിച്ചെഴുത്തായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. NCP മൊത്തമായിട്ട് NDAയുടെ ഭാഗമായി മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ സുപ്രിയ സുലെയെ കേന്ദ്രത്തിൽ മന്ത്രി പദവിയിൽ എത്തിക്കുക എന്നുള്ളത് ശരത് പവാറിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്ന് മകളെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് മറ്റാരെക്കാളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ബുദ്ധിപരമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയായിട്ട് സമീപഭാവിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഈ നീക്കം വളരെ രഹസ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ ചർച്ചയുടെ ഒടുവിൽ അത് പരസ്യമായി. അതാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതാണ്. അത് വളരെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കും.